DME നിയമനത്തിൽ സീനിയോറിറ്റി മാനദണ്ഡങ്ങൾ അട്ടിമറിക്കുന്നതായി കോടതിയിൽ ഹർജി. നിലവിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ചാർജുള്ള ഭരണപരമായ തസ്തികയിൽ അധികം ജോലി ചെയ്യാത്ത ഡോക്ടർ KV വിശ്വനാഥനെ DME ആയി നിയമിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഇതിനിടെ ആഴ്ചയിൽ ഒരിക്കൽ ശസ്ത്രക്രിയ ചെയ്യാൻ ഡോക്ടർ KV വിശ്വനാഥന് അനുമതി നൽകി സർക്കാർ പ്രത്യേക ഉത്തരവിറക്കി. ചീഫ് സെക്രട്ടറിയുമായുള്ള അടുപ്പം ഉപയോഗിച്ചാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള നടപടികൾ എന്നാണ് ആരോപണം. നിലവിൽ സീനിയോറിറ്റി ഉണ്ടായിരുന്നവരിൽ ആറാമനായിരുന്നു DME ഇൻചാർജ് ഡോക്ടർ KV വിശ്വനാഥൻ. ഡോക്ടർ KV വിശ്വനാഥനെ പരിഗണിക്കുന്നതിന് വേണ്ടി സർക്കാർ നിയോഗിച്ച റിസർച്ച് കമ്മിറ്റി കൂടിയപ്പോൾ സീനിയോറിറ്റിയുള്ള 6 പേരുടെ പട്ടികയാണ് ആവശ്യപ്പെട്ടത്. അതിൽ നിന്ന് ആറാമനായ ഡോക്ടർ KV വിശ്വനാഥന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ചുമതല നൽകുകയായിരുന്നു. വരും ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് പൂർണ്ണ ചുമതല നൽകി DME ആയി നിയമിക്കും. ജോലിയിൽ പ്രവേശിച്ച സമയം മുതൽ ഭരണപരമായ ചുമതലകൾ നിർവഹിച്ചതുവരെയുള്ള വെർട്ടിക്കൽ സീനിയോറിറ്റി DME നിയമനത്തിൽ പരിഗണിക്കണമെന്നാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നിയമം. ഇത് പാലിക്കണമെന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധിയും നിലനിൽക്കുന്നുണ്ട്. ആ രണ്ടും ഇവിടെ അട്ടിമറിക്കപ്പെട്ടു. ഇതിനിടെ തൃശൂരിലെ ഒരു ഡോക്ടർ സീനിയോറിറ്റി പരിഗണിച്ച് നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. സീനിയോറിറ്റി പട്ടികയിൽ ഉണ്ടായിരുന്ന തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ ഇതിനിടെ സ്വയം വിരമിക്കുകയും ചെയ്തു. വ്യക്തിപരമായ കാരണങ്ങളാണ് സ്വയം വിരമിക്കലിന് പിന്നിലെന്ന് ഡോക്ടർ അശോകൻ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണെന്നുള്ള ആരോപണവും ഉയരുന്നു. ഇതിനിടെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചാർജുള്ള സർജറി പ്രൊഫസർ കൂടിയായ ഡോക്ടർ KV വിശ്വനാഥന് വേണ്ടി സർക്കാർ ഒരു പ്രത്യേക ഉത്തരവിറക്കി. ആഴ്ചയിലൊരിക്കൽ വിശ്വനാഥന് ശസ്ത്രക്രിയാ ജോലികൾ, ചികിത്സ ഒക്കെ ചെയ്യാം. പഠിച്ചത് മറക്കാതിരിക്കാനാണ് ആഴ്ചയിലൊരിക്കൽ ശസ്ത്രക്രിയ ചെയ്യാൻ അനുമതി തേടിയത് എന്നാണ് ഡോക്ടർ വിശ്വനാഥന്റെ വിശദീകരണം. എന്നാൽ ഡോക്ടർ വിശ്വനാഥൻ രോഗികളെ എങ്ങനെ OPയിൽ കാണും, ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷമുള്ള തുടർ പരിചരണം, ചികിത്സ എന്നിവ എങ്ങനെ നിർവഹിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുമില്ല. ചട്ടം പാലിക്കേണ്ടവരുടെ നഗ്നമായ ചട്ടലംഘനം, ഫലമോ അർഹതയുള്ളവർ ഇപ്പോഴും പുറത്തു തന്നെ. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.